എല്ലാവർക്കും MK പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സിമൻറ്റ് പോട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ സിമൻറ്റ് പോട്ട് ഉണ്ടാക്കുന്നത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞാൻ മോൾഡായിട്ട് എടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലുള്ളൊരു പോട്ടാണ്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് എടുത്തിട്ടുള്ള ഓയിൽ കരി ഓയിലാണ്. ഇത് ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇത് നന്നായിട്ട് ഇതിൻ്റെ ഉൾഭാഗം മുഴുവനും പുരട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ സിമൻറ്റിൻ്റെ പൊടി ഇതേപോലെ വിതറി കൊടുക്കുക കേട്ടോ. അടുത്തത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി കുറച്ച് സിമൻറ്റും വെള്ളം കൂടി എടുക്കുന്നുണ്ട്. അത് ഇതിലേക്ക് 2 സ്പൂണ് സിമൻറ്റും കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഉൾഭാഗം മുഴുവനായിട്ടും ഇത് കവർ ചെയ്യുന്ന രീതിയിൽ ചുറ്റിച്ചെടുക്കണേ. ഇതിങ്ങനെ എടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പോട്ടുണ്ടാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പോട്ടുണ്ടാക്കാനുള്ള മിക്സാണ് ഉണ്ടാക്കേണ്ടത്. അതിന് മണലാണ് എടുക്കുന്നത്. ഇത് എംസാൻഡാണ്. അതിന് 6 കപ്പ് എംസാൻഡാണ് എടുക്കുന്നത്. 6 കപ്പിന് 3 കപ്പ് സിമൻറ്റുമാണ് ചേർക്കുന്നത്. 2:1 എന്നുള്ള അനുപാതത്തിലാണ് നമ്മൾ എടുക്കുക സാധാരണ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടത് ഇത് മിക്സ് ചെയ്യുമ്പോൾ വെള്ളം ഒട്ടും കൂടാതെ നോക്കണം. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പോട്ടിലേക്ക് ഇതുണ്ടാക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വെള്ളം നല്ലോണം ശ്രദ്ധിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മൾ പുട്ടിനൊക്കെ മാവ് ഉണ്ടാക്കുമല്ലോ, ആ രീതിയിലുള്ള ഒരു പരുവാണ് വേണ്ടത് കേട്ടോ. പിടിച്ചാൽ ഇതേപോലെ അങ്ങനെ നമുക്ക് കൈ വെച്ച് ഇതാക്കുമ്പോൾ അങ്ങനെ പൊടിഞ്ഞ് പോരണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞ്. ഇനി നമ്മൾ ഈ മോൾഡിലേക്ക് ഇട്ട് കൊടുക്കുക ഈ മിക്സ്. എന്നിട്ട് ഇത് താഴോട്ടുനിന്ന് മുകളിലേക്ക് ഇങ്ങനെ വലിച്ചെടുത്ത് പ്രസ് ചെയ്യുക കേട്ടോ.
ഇത് മുഴുവനായിട്ട് ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് എടുക്കുക. താഴോട്ടൊന്ന് മുകളിലേക്ക് വലിച്ചെടുക്കുക ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞ ഒട്ടും തന്നെ വെള്ളം കൂടാൻ പാടില്ലാന്ന്. വെള്ളം കൂടിയാൽ ഇതിങ്ങനെ ഈ പോട്ടിനകത്ത് മണൽ സിമൻറ്റും ഈ മിക്സ് നിൽക്കില്ല, ഇതിങ്ങനെ കീപ്പോട്ട് പോരും. അതുകൊണ്ടാണ് ഈ പരുവത്തിലായാൽ ഇത് സിമൻറ്റ് അവിടെ ഈ പോട്ടിനകത്ത് പിടിച്ച് നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ വെള്ളം കൂടാതെ നോക്കണം എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നും, പക്ഷേ ഇത് 1-2 പ്രാവശ്യം നമുക്ക് ഈ പോട്ടുണ്ടാക്കി കഴിഞ്ഞാൽ സിമ്പിളാണ്, വലിയ പണിയൊന്നുമില്ല. പിന്നെ ഇത് സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് വക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു പ്രയാസമാണ് തുടക്കത്തിലൊക്കെ കേട്ടോ. പിന്നെ അത് നമുക്ക് എളുപ്പമായിട്ട് വരും. റൗണ്ട് ഷേപ്പ് ആകുമ്പോൾ പിന്നെ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ റൗണ്ടാക്കി ഒരു സ്പൂണ് വെച്ച് വക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇതിന് വക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മരത്തിൻ്റെ ഒരു റീപ്പർ എടുക്കുന്നുണ്ട്. അത് വക്ക് നന്നായിട്ട് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ എന്നിട്ട് നമ്മളൊരു സ്പൂൺ എന്തെങ്കിലും വെച്ച് ഇതുപോലെ മിനുസപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഈ പോട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് വക്ക് ഉണ്ടാക്കണതാണ് കുറച്ചൊരു പ്രയാസം. അത് കഴിഞ്ഞാൽ പിന്നുള്ളതൊക്കെ സിമ്പിളാണ്. ഇതേപോലെ 4 ഭാഗം ചെയ്തെടുക്കുക. അപ്പം ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കയ്യിലൊരു സ്പൂണാണ് എൻ്റെ പണിയായതായിട്ട് ഞാൻ എടുക്കുന്നത്. ഈ പോട്ടൊക്കെ ഞാൻ എനിക്ക് ഓർഡർ അനുസരിച്ചായിട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്.
ഇനി നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. രണ്ട് ഹോൾസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത് കേട്ടോ. ഇനി ഇത് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ്. നമ്മൾ പിറ്റേന്നാണ് ഇത് എടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് പെട്ടെന്ന് ഈ മോൾഡിൻ്റെ അകത്തുനിന്ന് വിട്ട് പോരണമെങ്കിൽ നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിക്കണം. അത് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി. നമ്മളിന്ന് 6 പോട്ടാണ് ഉണ്ടാക്കിയത്. ഇത് ഒരു കോട്ട് വൈറ്റ് സിമൻറ്റ് അടിച്ചിട്ടുണ്ട്. ഇതിന് റെഡ് പെയിൻ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ പോട്ടിൻ്റെ പെയിൻറ്റിങ്ങും എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇതുപോലെയാണ് പോട്ട് വരിക. അപ്പോൾ ഇത് മാത്രം ഞാൻ റെഡ് കളറും ബാക്കിയുള്ളതൊക്കെ വൈറ്റുമാണ് അടിച്ചത്. ഇതിലേക്കൊരു ഫിലോഡൻഡ്രോൺ പിങ്ക് പ്രിൻസസ് ഉണ്ട്. അതെന്നോ മാറ്റി നടാനായതാണ്. അപ്പോൾ ഇതൊന്ന് റീപോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് ഇതിലേക്ക് നടാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല വലിയൊരു പോട്ടാണ്.
അപ്പോൾ പോട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇത്രക്കൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തത് ഒരു സെയിൽ വീഡിയോ ആയിട്ട് വരുന്നതാണ്.